നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മൾ ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ചതി സ്റ്റാറുകളാണ്. ഇതേപോലെയുള്ള സെയിം റോള് തന്നെ പലതവണ ചെയ്ത ബാക്കിയുള്ള സ്റ്റാറുകളെ നമുക്ക് നോക്കാം. ലിസ്റ്റിലാക്കിയത് മലയാളത്തിലല്ല, ബോളിവുഡിലെ ഒരു സ്റ്റാറാണ്. ബോളിവുഡ് നടനായ അജയ് ദേവഗൻ. അജയ് ദേവഗന്റെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക സിനിമയും രക്ഷകനായിട്ടുള്ള ഡാഡിയുടെ ക്യാരക്ടറായിരിക്കും. ഇദ്ദേഹം കോമഡി സിനിമകളും ആക്ഷൻ സിനിമകളും ചെയ്തിട്ടുണ്ടെങ്കിലും നിലവിലിപ്പോൾ കൂടുതലും ഇത്തരത്തിലുള്ള റോളുകളാണ്. ഇതാദ്യമായി വർക്കൗട്ടായത് നമ്മുടെ ദൃശ്യം സിനിമയുടെ ഹിന്ദി റീമേക്കിൽ തന്നെയാണ്. അവിടെ നിന്ന് തുടങ്ങി അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ഷെയ്ത്താൻ സിനിമയിൽ വരെ നമുക്കിത് കാണാം. ഇദ്ദേഹം സ്വന്തമായി ഡയറക്ട് ചെയ്ത ശിവായി, ബോല തുടങ്ങിയ സിനിമകളും സെയിം ട്രാക്ക് തന്നെയാണ്. इंसान अपनी फैमिली के बिना जी नहीं सकता, उनके लिए कुछ भी कर सकता है, फिर दुनिया उससे मतलब ही कहे या खुद कर्ज. അപ്പോൾ നമുക്ക് ബോളിവുഡിൽ നിന്ന് പുതിയൊരു സ്റ്റാറിനെ കിട്ടി, ഡാഡി സ്റ്റാർ. അടുത്തത് ബാബു ആന്റണിയാണ്. ബാബു ആന്റണി ഓൾറെഡി ഒരു വില്ലൻ സ്റ്റാർ ആണെങ്കിലും പല സിനിമകളിലും ഇദ്ദേഹം ജയിലിൽ നിന്ന് വരുന്നതോ പോകുന്നതോ ആയ പല സീനുകൾ കാണിക്കാറുണ്ട്. കടൽ, ഉപ്പുകണ്ടം ബ്രദേഴ്സ്, കൗരവർ, കരിങ്കുന്നം സിക്സസ്, സ്രാവ്, ബോക്സർ, അങ്ങനെ ഒരുപാട് സിനിമകൾ. അടുത്തത് അബു സലീമാണ്. ഒരുപാട് മസിലുണ്ടെങ്കിലും ഒട്ടുമിക്ക സിനിമയിലും നായകന്റെ ഇടികൊള്ളുന്ന ഒരു ഗുണ്ട സ്റ്റാറാണ് അബു സലീം. ശരിക്കും മുകളിലേക്ക് കാണിച്ചു വിരിക്കാൻ പറ്റോ? പിന്നെ നോക്കട്ടെ, ഒന്ന് കാണിക്കുന്നേ. ഇതുപോലെ തന്നെയാണ് റിയാസ് ഖാനും. ഒരു മസിൽ സ്റ്റാർ ആണെങ്കിലും നായകന്റെ ഇടികൊള്ളാനേ ടൈമുള്ളൂ. മലയാള സിനിമയിൽ മാത്രമല്ല മറ്റ് ഇൻഡസ്ട്രിയിലും ഈ ഒരു സെയിം അവസ്ഥയാണ്. അടുത്തത് സുരേഷ് ഗോപിയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, സുരേഷ് ഗോപി ഓൾറെഡി ഒരു പോലീസ് സ്റ്റാറാണ്. എങ്കിലും ഒരു അച്ചായൻ സ്റ്റാർ കൂടിയാണ് സുരേഷ് ഗോപി. വാഴുന്നോർ, സലാം കാശ്മീർ, കാവൽ, അങ്ങനെ പല പല സിനിമകൾ. ഇതിലേറ്റവും ഫാൻ ബേസ് ഉള്ള ഒരു അച്ചായനാണ് ലേലം സിനിമയിലെ ചാക്കോച്ചി. എവനെയും കെട്ടിയെടുത്തോണ്ട് ചാക്കോച്ചി തന്റെ ഈ ആണ്ടിപ്പെട്ടി വരെ വന്നതേ തന്നോട് 4 വർത്താനം കൂടെ പറഞ്ഞിട്ടേ തിരിച്ചു പോണുള്ളൂ ചാക്കോച്ചി. കുഞ്ഞുനാളിൽ ഈ ചാക്കോച്ചിയുടെ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ടുണ്ട് ദേവരെ. ആനക്കാട്ടിൽ ചാക്കോച്ചി നമ്മൾ തമ്മിലുള്ള കണക്കുകൾ വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ചാക്കോച്ചി. ഒരു കോടതിയിലും വരാൻ പോണില്ല ഈ ചാക്കോച്ചി. അവന്റെയൊക്കെ വിധി എഴുതുന്നതും ചാക്കോച്ചി നേരിട്ടായിരിക്കും. അന്ന് തിരിച്ചു വരും ചാക്കോച്ചി. അല്ലെങ്കിൽ ചാക്കോച്ചി പട്ടിണിയാണോ? പിന്നെ പരസ്യമായിട്ട് അങ്ങ് പറിച്ച് കീറും ചാക്കോച്ചി. പറിച്ചു കീറി കാർക്കിച്ച് തുപ്പും ചാക്കോച്ചി. അറിയാൻ മേല ചാക്കോച്ചിക്ക്. ആനക്കാട്ടിൽ ഈ പച്ചന്റെ മനസ്സ് തന്നെയാ ചാക്കോച്ചിക്കും. വലിയ പച്ചന്റെ മനസ്സ് തന്നെയായി ചാക്കോച്ചിക്കും. പിടിച്ചെടുക്കണം ചാക്കോച്ചിക്ക്. എല്ലാം വെച്ചൊഴിയും ചാക്കോച്ചി. അടുത്ത നടനാണ് സന്തോഷ് കീഴാറ്റൂർ. ഇദ്ദേഹം മറ്റൊരു സ്റ്റാറാണ്. അഭിനയിച്ച ഒട്ടുമിക്ക സിനിമയിലും ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ തട്ടിപ്പോകും. വിക്രമാദിത്യൻ, മര്യാദരാമൻ, പുലിമുരുകൻ, മറിയമ്മുക്ക്, കാവൽ, കലാവിപ്ലവം, പ്രണയം, സൂത്രകാരൻ, അങ്ങനെ ഒരുപാട് സിനിമകൾ. ഇതിന്റെ അത്രയില്ലെങ്കിലും ചെറിയ രീതിയിൽ മറ്റൊരു ഡെത്ത് സ്റ്റാറാണ് ജോജു ജോർജ്. ജോസഫ്, ഇരട്ട, നായാട്ട്, പൊറിഞ്ചുമറിയൻ ജോസ് തുടങ്ങിയ സിനിമകൾ. അടുത്തത് ദുൽഖറാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, ദുൽഖർ ഒരു ടൂർ സ്റ്റാറാണ്. പല റോളുകളും വീടും നാടും വിട്ടുപോകുന്ന സീനുകളുണ്ട്. വിക്രമാദിത്യൻ, പട്ടം പോലെ, ബാംഗ്ലൂർ ഡേയ്സ്, ചാർലി, കലി, സോളോ, തീവ്രം, കമ്മട്ടിപ്പാടം തുടങ്ങി ഒരുപാട് സിനിമകൾ. അടുത്തത് നെടുമുടി വേണുവാണ്. ഇദ്ദേഹത്തിന്റെ പല ക്യാരക്ടറും ഒരു സെയിം പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്ത തരം സ്റ്റാറായി മാറി. മൂകാംബിക സ്റ്റാർ എന്നായിരുന്നു ഞാൻ ടാഗിൽ കണ്ടത്. നിന്റെ മുഖത്ത് നോക്കി എങ്ങനെയാ പറയേണ്ടത് എന്നെനിക്കറിയില്ല. അച്ഛന് മറ്റൊരു കുടുംബമുണ്ട്, അതിൽ 2 മക്കളുണ്ട്. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഈ തറവാട്ടിലെ കെട്ടിലമ്മ വിലക്കിയിട്ടും ഇവിടുത്തെ ക്ഷേത്രത്തിനടുത്തുള്ള ആൽമര ചോട്ടിലിരുന്ന് കാർത്തൂന്റെ ചെവിയിൽ തമ്പുരാൻ മന്ത്രിച്ചില്ലേ? ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. ഇത്ര വേഗം മറന്നോ കാർത്തൂനെ? തമ്പുരാന്റെ പഴയ അനുരാഗ് കഥയിലെ ആ നായികയെ. മോള, കാർത്തൂന്റെ മോള ഞാൻ. ഓ മൈ ഗോഡ്,
അല്ല, ഇന്ദ്രാണി സാറിന് ആളെ മനസ്സിലായില്ലേ? ചെറിയച്ഛന്റെ കനിഷ്ഠ പുത്രനാണ്. ഇതാ ഭാർഗവിയിലുണ്ടായ ചെക്കൻ. മൂകാംബികയിലേക്ക് പറഞ്ഞ് ഞാൻ പോയത് എന്റെ സൗദാമിനെ അന്വേഷിച്ചാണ്. നിനക്ക് ഇത് തന്നെയാണോ പണി? ഒടുവിൽ ഞാൻ അവളെ കണ്ടെത്തി. ഇന്നും എന്നെ കുറിച്ചുള്ള ഓർമ്മകളുമായി കഴിയുന്ന എന്റെ സൗദാമിനി. ഇതിനൊരു അന്ത്യമില്ലേ മോനെ, എന്തോ നിന്റെ കൂടപ്പുറപ്പാ, പ്ലേ ബോയ് മോനെ. നിന്റെ സ്വന്തം രക്തമാ. അച്ഛന് പറ്റിയ ഒരു തെറ്റ്. അതെപ്പോ? അതൊക്കെ ഉണ്ട്, കല്യാണത്തിന് മുമ്പാ. എന്നാലും ഒരു ആഗ്രഹം, എനിക്ക് ജന്മം നൽകിയ ആ മനുഷ്യന്റെ പേരൊന്നറിയാൻ. അവൻ തന്നെയാ. അല്ല, നീ കണ്ടോ? ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. തെറ്റ് എന്റെ തന്നെയാണ്. ചതിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഫാദർ, സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. അടുത്തത് ദിലീപാണ്. ദിലീപ് ഒരു കടം സ്റ്റാറാണ്. പഞ്ചാബി ഹൗസ് നോക്കുകയാണെങ്കിൽ ആകെ മൊത്തം കടം കയറി കടക്കാരുടെ ശല്യം കൊണ്ട് ലൈഫ് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി സൂയിസൈഡ് ചെയ്യാനായി കടലിൽ വരെ ചാടി. ഇതുപോലെ റൺവേയിലാണെങ്കിൽ കടം കയറി നാടുവിട്ട് സ്പിരിറ്റ് കച്ചവടം തുടങ്ങുന്നു. വെട്ടം സിനിമയിലാണെങ്കിൽ വലിയ വീട്ടിലാണ് ജനിച്ചതെങ്കിലും ദിലീപ് തന്നെ എല്ലാം കളഞ്ഞു. അവസാനം ഒരു കള്ളനായി നെക്ലസിന്റെ പുറകെ പോകുന്നു. മീശമാധവന്റെ കാര്യം നോക്കുകയാണെങ്കിലും ഏകദേശം ഇതുപോലൊക്കെ തന്നെ. ഇതുപോലെ പാണ്ടിപ്പട, അനുരാഗ കൊട്ടാരം, പച്ചക്കുതിര, കാറ്റാൻ മോസ്, ഗ്രാമഫോൺ, പറക്കും തളിക, ഇങ്ങനെ ഒട്ടുമിക്ക സിനിമയിലും ഏതെങ്കിലും വിധത്തിൽ ഒരു കടം സ്റ്റാർ തന്നെയാണ്. അടുത്തത് ജയസൂര്യയാണ്. ജയസൂര്യ കൂടുതലും സ്പെഷ്യൽ ഏബിൾഡ് പേഴ്സണായ പല റോളുകൾ ചെയ്തിട്ടുണ്ട്. ജയസൂര്യയുടെ ആദ്യത്തെ സിനിമ ഓമപ്പെണ്ണിനെ ഉരിയാട പയ്യൻ എന്ന് സംസാരിക്കാൻ കഴിയാത്തൊരു ക്യാരക്ടറായിരുന്നു. ഇതുപോലെ ബ്യൂട്ടിഫുൾ എന്ന സിനിമയിൽ സ്പൈനൽ ഡിസോർഡർ ഉള്ള മറ്റൊരു ക്യാരക്ടർ ചെയ്തു. ഇതുപോലെ ഹാപ്പി ജേണി എന്ന സിനിമയിൽ അന്ധനായ ക്യാരക്ടറായിരുന്നു. ഇതുപോലെ അമർ അക്ബർ അന്തോണി, ക്യാപ്റ്റൻ തുടങ്ങിയ സിനിമകളിൽ ലെഗ് പ്രോബ്ലം ഉള്ള ഒരു ക്യാരക്ടറാണ്. സൂസു സുദീപ് ആത്മീക സിനിമയിൽ വിക്കുള്ള ക്യാരക്ടർ ചെയ്തു. മേരി ആവാസ് സുനോ എന്ന സിനിമയിൽ ശബ്ദം നഷ്ടപ്പെടുന്ന ഒരു റേഡിയോ ജോക്കിയുടെ ക്യാരക്ടറായിരുന്നു. ജോൺ ലൂതർ എന്ന സിനിമയിൽ കേൾവി കുറഞ്ഞ ക്യാരക്ടർ. അടുത്തത് വിജയ് കുമാറാണ്. 2 സ്റ്റാറുകളാണ്, ചീറ്റിംഗ് സ്റ്റാറും കൺവിൻസിംഗ് സ്റ്റാറും. ഇതിലെ ചീറ്റിംഗ് സ്റ്റാറാണ് ഇദ്ദേഹം. ലേലം സിനിമയിൽ ചാക്കോച്ചിയെ ചതിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ആദ്യമായി ചീറ്റിംഗ് സ്റ്റാറായി മാറിയത്. പിന്നീട് 7 പുന്നത്തരകൻ, പത്രം, മിസ്റ്റർ ബ്രഹ്മചാരി, പതാക, കരിങ്കുന്ന സിക്സസ്, അങ്ങനെ പല പല സിനിമകളിൽ പല പല വെറൈറ്റി ചതികൾ. അടുത്തതാണ് ഈ ലിസ്റ്റിലെ കിങ്ങായ കൺവിൻസിംഗ് സ്റ്റാർ സുരേഷ് കൃഷ്ണ. തുറുപ്പുകുല സിനിമയിൽ ഹോട്ടൽ അടിച്ചു മാറ്റാൻ കൂട്ടുകാരനെ കൺവിൻസ് ചെയ്ത് തട്ടിക്കളയുന്ന വില്ലനായി അവിടെ നിന്ന് തുടങ്ങിയ ഇദ്ദേഹം കാര്യസ്ഥൻ, ചെസ്, കരിമാടിക്കുട്ടൻ, താൻ തോന്നി, ക്രിസ്ത്യൻ ബ്രദേഴ്സ്, അങ്ങനെ ഒരുപാട് സിനിമകൾ. ഞാൻ വന്നു നോക്കാം. ഇനിയും എനിക്ക് എന്റെ ഇക്കായെ കാണാതിരിക്കാൻ കഴിയില്ല. ഇനിയെങ്കിലും നമുക്ക് ഒരുമിച്ച് നിൽക്കണം. എന്നെ ഒറ്റപ്പെടുത്തരുതക്ക. എല്ലാത്തിനും ഇനി നീ ഉണ്ടാവണം. ഉണ്ടാവുക. ഇനി എല്ലാറ്റിനും ഞാനുണ്ടാവും. ഈ കേസിൽ നിങ്ങൾ വിജയിക്കും. സ്വത്തുവകകൾ നിങ്ങൾക്ക് തന്നെ കിട്ടുകയും ചെയ്യും. ഈ കേസ് മാത്യു അറ്റൻഡ് ചെയ്തോളൂ. പേടിക്കണ്ടോ. ഈ കേസ് ഒരു അഡ്വക്കേറ്റും പ്രസന്റ് ചെയ്തില്ലെങ്കിലും താൻ ജയിക്കും. സോളിഡ് പ്രൂഫ് അല്ലേ നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഐ ഒബ്ജക്റ്റ് ചെയ്യണം. കൃഷ്ണദാസിന്റെ ആദ്യ ഭാര്യ എന്നുള്ള പരാമർശം തെറ്റാണ്. ഹലോ, പണം കിട്ടി. പെൺകുട്ടി എന്റെ ഡിമാൻഡ്സ് കഴിഞ്ഞിട്ടില്ല. ദിസ് ഈസ് ചീറ്റിംഗ്. പോലീസിന് നീ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ വക്കീലുമായിട്ട് വരാം.